കേരള രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതാൻ UDF തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വെറുമൊരു തെരഞ്ഞെടുപ്പല്ല, പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും അഴിമതിക്കും ജനങ്ങൾ നൽകാൻ പോകുന്ന കനത്ത പ്രഹരമായിരിക്കും ഇത്. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാനാണ് UDF അണിയറയിൽ ഒരുക്കുന്നത്. ഘടകകക്ഷികൾക്കായുള്ള ആദ്യ റൗണ്ട് ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമേയല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വോട്ടിംഗ് ട്രെൻഡ് നോക്കിയാൽ ഒരു കാര്യം വ്യക്തവും കൃത്യവുമാണ്. CPM-ന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനും ഭരണവിരുദ്ധ തരംഗത്തെ വോട്ടാക്കി മാറ്റുവാനും ഇത്തവണ UDF കാണിക്കുന്ന വേഗത ശ്രദ്ധേയം തന്നെ. മുസ്ലിം ലീഗിന്റെ സീറ്റുകളിൽ ഏകദേശം ധാരണയായതോടെ തർക്കങ്ങളില്ലാതെ ഒരു മുന്നണിയായിട്ട് UDF മാറുകയാണ്. ഇത് CPM-നെ സംബന്ധിച്ച് അവരുടെ അന്ത്യകാലത്തിന്റെ തുടക്കമായിട്ട് വേണം കരുതപ്പെടാൻ. ഇത്തവണ കോൺഗ്രസ് വെറുമൊരു വിട്ടുവീഴ്ചയ്ക്കല്ല, ജയസാധ്യത മാത്രമാണ് മാനദണ്ഡം. തിരുവമ്പാടി പിടിക്കാൻ VS ജോയി ഇറക്കുന്നു. മുസ്ലിം ലീഗിൽ നിന്നും തിരുവമ്പാടി സീറ്റ് ഏറ്റെടുത്ത മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ അവിടെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് നീക്കം. ക്രൈസ്തവ വോട്ടുകളും യുവജന വോട്ടുകളും ഒരുപോലെ സ്വാധീനിക്കാൻ ജോയിക്ക് കഴിയും എന്നാണ് കണക്കുകൂട്ടൽ. 10 സീറ്റിൽ മത്സരിച്ച ജോസഫ് വിഭാഗത്തിൽ നിന്നും ഇടുക്കി, കുട്ടനാട്, ഏറ്റുമാനൂർ, കോതമംഗലം എന്നീ സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. റോഷി അഗസ്റ്റിനെ പോലെയുള്ള അധികായന്മാരെ വീഴ്ത്താൻ കൈപ്പത്തി ചിഹ്നം തന്നെ വേണമെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് നടത്തുന്ന ചർച്ചകൾ വെറുമൊരു സീറ്റ് പങ്കിടൽ അല്ല. ഇടുക്കി, കോതമംഗലം, ഏറ്റുമാനൂർ, കുട്ടനാട് ഈ 4 മണ്ഡലങ്ങളിൽ പിടിച്ചെടുക്കുന്നതിലൂടെ മധ്യ കേരളത്തിൽ CPM-നെ വേരോടെ പിഴുതെറിയാനാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്നത്. ഏറ്റുമാനൂരിൽ ഇത്തവണ കൈപ്പത്തി ചിഹ്നം വരും. പകരം പൂഞ്ഞാറിൽ കേരള കോൺഗ്രസിനെ ഇറക്കി PC ജോർജിന്റെ പഴയ തട്ടകം പിടിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇടുക്കിയിൽ റോസക്കുട്ടി ടീച്ചർക്ക് ശേഷം ഒരു കരുത്തനായ കോൺഗ്രസ് നേതാവ് വന്നാൽ ഇടതുപക്ഷത്തിന്റെ കഥ അതോടെ തീരും. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കാൻ പോകുന്നത് അങ്ങ് ബേപ്പൂരിലാണ്. CPM-ന്റെ ഉരുക്കുകോട്ടയായ ബേപ്പൂർ ഇത്തവണ തകരും എന്ന് തന്നെയാണ് സൂചനകൾ. പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയുള്ള പോരാട്ടം എന്ന് പ്രഖ്യാപിച്ചാണ് PV അൻവർ ബേപ്പൂരിൽ കളം നിറയുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനെ സ്വന്തം മണ്ണിൽ തറപറ്റിക്കാൻ അൻവറിന് കഴിയും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇടതുപക്ഷത്തോടുള്ള അസംതൃപ്ത വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും അൻവറിലേക്ക് ഒഴുകിയാൽ ബേപ്പൂരിലെ ചുവപ്പ് മായും. പകരം അവിടെ UDF-ന്റെ വിജയക്കൊടി പാറുകയും ചെയ്യും. RSPയുമായുള്ള ചർച്ചകളിലും കോൺഗ്രസ് കൃത്യമായ നിലപാട് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. വിജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ ഏറ്റെടുത്ത് അവർക്ക് പകരം സീറ്റുകൾ നൽകുവാനും UDF തയ്യാറാണ്. RSP കഴിഞ്ഞ തവണ 5 സീറ്റിൽ മത്സരിച്ചു. ഇരവിപുരം, ചവറ, കുന്നത്തൂർ സീറ്റുകളിൽ ഇക്കുറി മാറ്റമില്ല. അതേസമയം തങ്ങൾക്ക് വിജയസാധ്യത കുറവുള്ള മട്ടന്നൂരും ആറ്റിങ്ങലും ഏറ്റെടുത്ത വിജയസാധ്യതയുള്ള സീറ്റ് വേണം എന്നാണ് RSPയുടെ ആവശ്യം. വാമനപുരമോ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഏതെങ്കിലും സീറ്റോ ചോദിക്കുകയായിരിക്കും. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. RSPയുടെ ഒരു സീറ്റ് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി UDF മാറും. ഇത് CPM-നെ അക്ഷരാർത്ഥത്തിൽ ഉടച്ചു വാർക്കാനുള്ള ജനങ്ങളുടെ വിധി എഴുത്തായിരിക്കും.